വെടിനിർത്തൽ കരാർ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ധനമന്ത്രി ബെസലൈൻ സ്മോട്രിച്ചിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ. പാർലമെന്റിലടക്കം പ്രതിഷേധം ശക്തമാക്കുകയാണ് തടവുകാരുടെ കുടുംബം. യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുമുള്ള കരാറിനെ സ്മോട്രിച്ച് എതിർത്തതിനെതിരെയാണ് പ്രതിഷേധം. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് കരാർ ഒരു ദുരന്തമായിരിക്കുമെന്നാണ് സ്മോട്രിച്ച് നേരത്തെ പറഞ്ഞത്. ഹമാസ് പൂർണ്ണമായും കീഴടങ്ങുന്നതുവരെ ഗസയിൽ ആക്രമണം തുടരണമെന്നും തീവ്ര വലതുപക്ഷക്കാരൻ കൂടിയായ സ്മോട്രിച്ച് ആവശ്യപ്പെട്ടിരുന്നു. സ്മോട്രിച്ചിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ രൂക്ഷ വിമർശനങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് തന്നെ ഉയർന്നത്. ഹമാസ് ബന്ദികളാക്കിയവരുടെ ഫോട്ടോകളുമായി നിരവധി കുടുംബങ്ങൾ ഇസ്രായേൽ പാർലമെന്റിലെ കമ്മിറ്റി മുറിയിലേക്ക് ഇരച്ചുകയറി. സ്മോട്രിച്ച് തടവുകാരെ ഉപേക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് മുദ്രാവാക്യം വിളിച്ചവർ പ്രതിഷേധിച്ചു. സാഹചര്യങ്ങൾ അനുകൂലമാണ്, ഒരു കരാറിലെത്തേണ്ട സമയമാണിത്. ഒരു മന്ത്രി എന്ന നിലയിൽ ബന്ദികളെ തിരിച്ചുകൊണ്ടുവരുന്നതിനെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുകയെന്നും കുടുംബാംഗങ്ങൾ ചോദിക്കുന്നു. അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അന്തിമ വെടിനിർത്തൽ കരാറിന്റെ കരട് ഇസ്രായേലിനും ഹമാസിനും ഖത്തർ കൈമാറി കഴിഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുന്നതാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന്. ഇതിനോടൊപ്പം ബന്ദികളെ കൈമാറുന്നതും ഘട്ടം ഘട്ടമായി നടക്കും. കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവനും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. കരാർ യാഥാർത്ഥ്യമാക്കാൻ US പ്രസിഡന്റ് ബൈഡനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ദോഹ കേന്ദ്രീകരിച്ചുള്ള ചർച്ച വിജയകരമായി പുരോഗമിക്കുന്നതായി ബൈഡൻ അവകാശപ്പെട്ടു. ഗസയിൽ ഉടൻ സമാധാനം പുലരണമെന്നും ബൈഡൻ പറഞ്ഞു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കഴിഞ്ഞയാഴ്ച ഫോണിലൂടെ സംസാരിച്ചിരുന്നു. ജനുവരി 20 മുമ്പ്, അതായത് ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ കരാറിലെത്താനാണ് US ശ്രമിക്കുന്നത്. ഇതിനായി US ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം 42 നാളുകൾ നീണ്ടു നിൽക്കുമെന്നും ഇതിനിടെ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കരാറിന് മറ്റൊന്നും വിലങ്ങുതടിയാകരുതെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ US പ്രസിഡന്റ് അറിയിച്ചു. ദോഹയിലെത്തിയ ഹമാസ് സംഘവുമായും ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന ഹമാസ് നേതാവ് ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകളിൽ ഭാഗമാവുന്നത്. അനുകൂല കരാറിന് വേണ്ടി ശ്രമം തുടരുന്നതായി ഹമാസ് നേതൃത്വം പ്രതികരിച്ചു. എന്നാൽ കരാറിനെ തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ എതിർത്തിരുന്നു. ഹമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രായേലിന് തോൽവിയും അപമാനവുമായിരിക്കുമെന്ന് സ്മോട്രിച്ച് ഇസ്രായേൽ പാർലമെന്റിലെ ചർച്ചയ്ക്കിടെ പറഞ്ഞിരുന്നു. ഹമാസിനെ കീഴടങ്ങുന്ന കരാറിന്റെ ഭാഗമാകില്ലെന്നും സ്മോട്രിച്ച് ഉറപ്പിച്ചു പറഞ്ഞു. ഇതാണ് ബന്ദികളുടെ കുടുംബങ്ങളെ ചൊടിപ്പിച്ചത്. ഇസ്രായേൽ സൈനിക പിന്മാറ്റം സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഗസയിൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഇസ്രായേൽ. ഗസ സിറ്റിയിലെ സലാ അൽ ദിൻ സ്കൂളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗസയിൽ ആകെ 33 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ഉപരോധം 100 ദിവസം പിന്നിടുമ്പോഴാണ് ആക്രമണം കടുപ്പിക്കുന്നത്. ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 5000 പേർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഫലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ കുറഞ്ഞത് 46,584 ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും 1,09,731 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.